നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അപ്പം ഉണ്ടല്ലോ, ഈ അപ്പത്തെ പാലക്കാട്ടുകാര് ആപ്പം എന്ന് പറയുകയും ദോശ കഴിക്കുന്ന പോലെ ചമ്മന്തിയും സാമ്പാറും ഒഴിച്ച് കഴിക്കുകയും ചെയ്യും. സംഭവം കൊള്ളാം, സൂപ്പറാണ്. എനിക്കെന്തായാലും കറി വാങ്ങേണ്ട പൈസ ലാഭമായി. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ടിലെ കുഴൽമന്ദത്തിലാണ്. ഇവിടെ നിന്നും പാലക്കാടിന്റെ അതിർത്തി ഗ്രാമമായ കുഴിഞ്ഞാമ്പാറയിലേക്കാണ് എൻ്റെ യാത്ര. പോകുന്ന വഴിയിൽ നിറയെ നെൽപ്പാടങ്ങളാണ്. അങ്ങനെ കുറെ വയലുകൾ കഴിഞ്ഞ് എത്തിച്ചേർന്നത് കൊടുവായൂരിലാണ്. പാലക്കാട് ജില്ലയിലെ നല്ലൊരു മാർക്കറ്റാണ് കൊടുവായൂർ, പ്രത്യേകിച്ച് തുണികൾക്ക്. പുതുനഗരവും തത്തമംഗലവും കഴിഞ്ഞ് നെല്ലറയായ ചിറ്റൂരിലെത്തി. പിന്നെ അവിടെ നിന്ന് അരമണിക്കൂർ വേണ്ടി വന്നുള്ളൂ കൊഴിഞ്ഞുമാറയിലെത്താനായിട്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ എന്തോ പ്രോഗ്രാം ബസ് സ്റ്റാൻഡിൽ നടക്കുന്നുണ്ട്. ഇത് തമിഴ്നാടിനോട് ചേർന്ന അതിർത്തി പ്രദേശം ആയതുകൊണ്ട് ചിലരൊക്കെ തമിഴാണ് സംസാരിക്കുന്നത്. ഒരു തമിഴ് സംസ്കാരമാണ് ഇവിടെ. ഇവിടെ ഞാൻ വ്യത്യസ്തമായ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ വിറകുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം വിറകിലാണ് പാകം ചെയ്യുന്നത്. ഫ്രണ്ടിൽ രണ്ടുപേര് നിന്ന് പൊറോട്ട അടിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. ഇവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്, കാരണം ഫുൾ ടൈം പൊറോട്ട അടി തന്നെയാണ്. ഇവരുണ്ടാക്കുന്ന പൊറോട്ടയുടെ കളർ കൊള്ളാം. 10 മിനിറ്റ് പോലും പഴക്കമില്ലാത്ത പൊറോട്ട കിട്ടും എന്നതാണ് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ കുറച്ച് പൊറോട്ടയും പിന്നെ ഒരു ബിരിയാണിയും വാഴയിലയിൽ പാഴ്സൽ ചെയ്ത് വാങ്ങി.